11-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. തുടർന്ന് മുട്ടിപ്പായ പ്രാർത്ഥനയുടെയും യാചിക്കുന്നതിന്റെയും ഒക്കെ പ്രാധാന്യത്തെ പറ്റി ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ ദോഷികളായ നിങ്ങൾ, അതായത് മനുഷ്യർ കുറ്റങ്ങളും കുറവുകളും ഒക്കെയുള്ള പാപികളാണ്. എന്നിരുന്നാലും മനുഷ്യർ തങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു. 11-ാം വാക്യത്തിൽ, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ അവന് മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? എന്നിങ്ങനെ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു അപ്പൻ തന്റെ മക്കൾക്ക് എന്ത് ആവശ്യമെന്നറിഞ്ഞ് ചോദിക്കുന്നത് നൽകുന്നത് പോലെ തന്നെയാണ് സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളായ നാം ഓരോരുത്തരോടും നാം ചോദിക്കുന്നത് നൽകാൻ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും എന്നാണ് കർത്താവ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് വേണ്ടി സ്വർഗസ്ഥനായ പിതാവിനോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. 10-ാം വാക്യത്തിൽ, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുന്നു എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഇവിടെ മുട്ടിപ്പായുള്ള പ്രാർത്ഥനയുടെയും യാചനയുടെയും ഒക്കെ പ്രാധാന്യത്തെ കർത്താവ് വിവരിക്കുകയാണ്. ആഗ്രഹത്തോടുകൂടിയുള്ള പ്രാർത്ഥനയും യാചനയും ഫലം കാണും, ദൈവം കേൾക്കും എന്ന് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നൽകും എന്നാണ് പറയുന്നത്. ഇവിടെ യാചിക്കുന്നവർക്ക് എന്ന വാക്കിന് ഏറെ പ്രാധാന്യമുണ്ട്. സ്വർഗസ്ഥനായ പിതാവിനോട് നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും വേണം. അപ്പോൾ കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. യാചിക്കുന്നവൻ ഏവനും ലഭിക്കും എന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ് ഇവിടെ പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടിപ്പായി യാചിക്കുന്നവർക്ക് എത്ര അധികം നൽകും എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി പരിശുദ്ധാത്മാവിന് വേണ്ടി മുട്ടിപ്പായി ആഗ്രഹത്തോടു കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും വേണം. എന്നാൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് തന്നെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ പ്രത്യാശയോടുകൂടി മുന്നേറുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുവാനാകട്ടെ. ആമേൻ.